Time on the International Space Station is priceless. People always ask, do you get bored or, is it terrible being up there for a long period of time? And for me, I loved every minute. There was always something to do. Life on the space station becomes routine, which is sort of crazy to think about it. ബഹിരാകാശ പേടകത്തിനുള്ളിൽ ഭാരമനുഭവപ്പെടാത്ത ശരീരവും എഴുന്നേൽക്കുന്ന മുടിയുമായി സന്തോഷത്താൽ കൈകളും കാലുകളും ചലിപ്പിക്കുന്ന സുനിത വില്യംസിന്റെ വീഡിയോ നാസ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ പുറത്തു വന്നിട്ട് 50 ദിവസങ്ങൾ കഴിയുന്നു. ഇന്ത്യയിൽ വേരുകളുള്ള ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെയും സഹയാത്രികനായ ബുച്ച് വിൽമോറിന്റെയും 9 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനിടെയുള്ള വീഡിയോ ആയിരുന്നു അത്. എന്നാൽ 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദൗത്യം പൂർത്തിയാക്കി ഇരുവരും മടങ്ങിയിട്ടില്ല. സുനിത വില്യംസും സഹയാത്രികനും എന്ന് മടങ്ങിയെത്തുമെന്ന് ശാസ്ത്രലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസ് അടക്കമുള്ളവർക്ക് വിശദമായ കാഴ്ച പരിശോധന നടത്തിയെന്നതാണ്. കോർണിയ, ലെൻസ്, ഒപ്റ്റിക് നെർവ് എന്നിവയുടെ വിശദമായ ചിത്രങ്ങളെടുത്ത് ഭൂമിയിലുള്ള നേത്ര വിദഗ്ധർക്ക് പരിശോധനയ്ക്ക് അയച്ചതായാണ് റിപ്പോർട്ട്. ദീർഘകാലം ബഹിരാകാശത്ത് കഴിയേണ്ടി വരുന്നത് ആരോഗ്യത്തിന് സാരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തലച്ചോറും കൈയുമായുള്ള ഏകോപനവും കൈയും കണ്ണുമായുള്ള ഏകോപനവും അടക്കം ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തുള്ള താമസം ബഹിരാകാശ സഞ്ചാരികളെ ബാധിക്കാറുണ്ട്. ശരീരത്തിലെ ഫ്ലൂയിഡുകൾ തലയിലേക്ക് എത്താനും തുടർന്ന് കണ്ണുകൾക്ക് സമ്മർദ്ദമേറാനുള്ള സാധ്യതയും ഏറെയാണ്. ജൂൺ 5-നാണ് ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈൻ എന്ന ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ചേർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോയത്. വാണിജ്യ ബഹിരാകാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിങ് പേടകങ്ങളുടെ ശേഷി പരീക്ഷിക്കുക എന്നതായിരുന്നു യാത്രാ ലക്ഷ്യം. എന്നാൽ തുടക്കത്തിൽ തന്നെ കാലിടറി. ടേക്ക് ഓഫ് വേളയിൽ പേടകത്തിന്റെ ഹീലിയം ടാങ്കിൽ പ്രശ്നം കണ്ടെത്തി. ഗുരുതരമല്ല ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ സുനിതയും സഹയാത്രികനും ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ എത്തുകയും ചെയ്തു. പേടകത്തിന് നിശ്ചയിച്ചിരുന്നത് 10 ദിവസത്തെ ദൗത്യമായിരുന്നു. ഹീലിയം ടാങ്കിൽ ഉണ്ടായിരുന്ന ചോർച്ച ബാധിച്ചത് ഇവരുടെ മടക്കയാത്രയായിരുന്നു. എന്നാൽ 10 ദിവസത്തെ ദൗത്യം ഇപ്പോൾ 50 ദിവസവും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരെ തിരിച്ചെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആഴ്ചകൾ കടന്നെങ്കിലും പാതി വഴിയിലാണുള്ളത്. ഇവർ സുരക്ഷിതരാണെന്ന നാസയുടെ ഉറപ്പ് മാത്രമാണ് നിലവിൽ മുന്നിലുള്ളത്. ഇവരെ ഭൂമിയിൽ എത്തിക്കാനുള്ള തടസ്സം നേരിടാനുള്ള കാരണം ഇതാണ്. ബഹിരാകാശ പേടകങ്ങളെ മുന്നോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നത് ത്രസ്റ്ററുകളാണ്. ഈ ത്രസ്റ്ററുകളിലേക്ക് റോക്കറ്റ് ഇന്ധനമായ പ്രൊപ്പലന്റുകളെ തള്ളിവിടുന്നത് ഹീലിയമാണ്. ഈ ഹീലിയം ടാങ്കിലെ ചോർച്ച പരിഹരിച്ചില്ല എങ്കിൽ ഈ സ്പേസ് ഷിപ്പിന് മുന്നോട്ട് പോകാനാവില്ല. മുന്നോട്ട് കൊണ്ടുപോകാനായാലും അവയുടെ നിയന്ത്രണം കൈകളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. സ്റ്റാർലൈനറിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഈ ശ്രമങ്ങൾ വിജയിക്കാത്ത പക്ഷം സുനിതയുടെയും സഹയാത്രികന്റെയും മടക്കയാത്ര സംബന്ധിച്ച അനിശ്ചിതത്വം തുടരും. നിലവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് പഠനങ്ങൾ നടത്തി വരികയാണ്. ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ചുള്ള പരിശോധനകളും സ്വതന്ത്രമായി പറക്കാവുന്ന റോബോട്ടുകളെ കുറിച്ചുള്ള പഠനത്തിലും ഇവർ ഏർപ്പെടുന്നു എന്നാണ് നാസ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. കൂടാതെ ബഹിരാകാശ പേടകങ്ങളിലും ബഹിരാകാശ ആവാസ വ്യവസ്ഥകളിലും വളരുന്ന സസ്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന പഠനത്തിലും അവർ ഏർപ്പെടുന്നുണ്ടെന്ന വിവരവും നാസ പങ്കുവച്ചിരുന്നു. മറുവശത്ത് ആരോഗ്യ സംബന്ധമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മുൻകരുതൽ എന്ന നിലയിലാണ് അവയെ കണക്കാക്കുന്നത്. സ്റ്റാർലൈനറിന്റെ ദൈർഘ്യം 45 ദിവസത്തിൽ നിന്ന് 90 ദിവസമായി നീട്ടുന്നതിനെ കുറിച്ച് US സ്പേസ് ഏജൻസി ആലോചിക്കുന്നതായി നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ചിൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു. നിലവിൽ നാസയും ബോയിങ് എഞ്ചിനീയർമാരും സ്റ്റാർലൈനറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവരെയും ഭൂമിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശ്രമത്തിലാണ്. ഇതിനായി 1 ലക്ഷത്തിലധികം കമ്പ്യൂട്ടർ മോഡൽ സിമുലേഷനുകളും പരീക്ഷിച്ചിരുന്നു. ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ബോയിങ് സ്റ്റാർലൈനർ പര്യാപ്തമാകുമെന്നാണ് നാസ നൽകുന്ന സൂചന. For now, this is our home, but we'll be happy to come home to the United States of America.